ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ 23 മുതൽ 29 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഒരു വാരം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്തും പ്രതീക്ഷിക്കാം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ധനപരമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ മനസ്സമാധാനക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കുറച്ചൊക്കെ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അധിക ചെലവുകളോ അനുഭവപ്പെടുമെങ്കിലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും. ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണരത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി ഈ വാരം നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. നെഞ്ചുവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കലാപരമായിട്ട് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ വാരം നന്നായിരിക്കും. കർക്കിടക രാശി പുണരത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂല സമയമാണ്. പുതിയ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കണ്ടശനി കാലമായിട്ട് ചെറിയ പ്രയാസങ്ങളോ അപകീർത്തിയോ ബന്ധുജന വിരോധമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവേ ഏതെങ്കിലും വിധത്തിൽ ഈ ജ്യോതിശാസ്ത്ര പരിപാടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ സമയദോഷമോ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് പ്രത്യേകിച്ച് അറിയേണ്ടത്. അതായത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കണ്ടശനിയുണ്ട്, സമയദോഷമുണ്ട്, ഏഴരശനിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കുക. ഉദാഹരണം, ഏഴരശനിയും കണ്ടശനിയൊക്കെ ഉള്ളവർ ഷെയർ മാർക്കറ്റിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുക, വലിയ കടം വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടിയാണ് ഒരു ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. ഏതായാലും ഇപ്പോൾ കണ്ടശനിയാണ്. അപ്പോൾ ദാമ്പത്യപരമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ ചിലർക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം കാണും. അതെല്ലാം മാറ്റി നിർത്തിയാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും തൊഴിൽ സ്തംഭനാവസ്ഥയുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വാരം നന്നായിരിക്കും. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്.
സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത കാണുന്നുണ്ട്. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനാദി ഗുണം പൊതുവെ ഈ വാരം നല്ലതാണ്. സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്ത് 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം അനുഭവപ്പെടും. പിതാവിനോ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ സർവീസിലിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയങ്ങളാണ്. പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള അനുഭവങ്ങൾ നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. സന്താന ഗുണം അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളോ പ്രമോഷനോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക അഭിവൃദ്ധി ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ അനുഭവപ്പെടും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സന്താന ഗുണവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. കേസോ വഴക്കോ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ടും ഈ വാരം നല്ലതാണ്. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏഴരശനി കാലം കൊണ്ട് നീല വസ്ത്രം ധരിക്കുക. കറുത്ത വസ്ത്രം ഉപയോഗിക്കുക. ശാസ്താപ്രീതി വരുത്തുക. ശബരിമല ക്ഷേത്ര ദർശനം ഒക്കെ വളരെ നല്ലതാണ്. ഹനുമൽ പ്രീതി വരുത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതാവിൽ നിന്നോ മാതൃ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അനുകൂല സമയം. പ്രത്യേകിച്ച് സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിന് വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് നന്നായിരിക്കും. ഏഴരശനിയുടെ ആരംഭകാലമായതുകൊണ്ട് വീഴ്ചകളും മുറിവുകളും അപകടങ്ങളും ധനനഷ്ടങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മഹാസുദർശനം ധരിക്കുന്നതും നല്ലതാണ്. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.